ഹലോ മക്കളെ, അപ്പോൾ ദാ മിസ് ഇന്ന് വന്നിട്ടുള്ളത് ക്ലാസ് 4ൻ്റെ ബേസിക് സയൻസ് EVS ചാപ്റ്റർ 1 കേട്ടോ. അപ്പോൾ ചാപ്റ്റർ 1ൻ്റെ പേരെന്താണ്? ഫീൽഡ്സ് ആൻഡ് ഫോറസ്റ്റ്, അതായത് വയലും വനവും. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് വായിച്ച് നോക്കിയാലോ. എന്താ ഇവിടെ ഒരു പിക്ചർ കാണുന്നത്? ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു അണ്ണാനുണ്ടല്ലേ. അണ്ണാനുണ്ട്, പിന്നെ താഴെ വെള്ളത്തിലോ ഒരു തവളയുണ്ട്, മീനുണ്ട് അല്ലേ, ഒരു ആമയുണ്ട്, കൊക്ക് പറന്ന് പോകുന്നുണ്ട് അല്ലേ, സ്ക്യുരലുണ്ട്, ഫ്രോഗ് ഉണ്ട്, ഫിഷ് ഉണ്ട്, ടേർട്ടിലുണ്ട് അല്ലേ, അങ്ങനെ ഒരുപാടുണ്ട് അല്ലേ. സ്നേക്കിൻ്റെ ഒരു തല പോലെ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ചാപ്റ്റർ ഒന്ന് വായിച്ച് നോക്കാം അല്ലേ. വൈ ഡോണ്ട് യു കം ഡൗൺ ആൻഡ് പ്ലേ വിത്ത് മീ? നീ വരുന്നോ എന്നോടൊപ്പം കളിക്കാൻ? ആരാണ് ചോദിക്കുന്നത്? ആസ്ക്ഡ് ദ ഫിഷ് ലുക്കിംഗ് അപ്പ് അറ്റ് ദ സ്ക്യുരൽ ഓൺ ദ ട്രീ. മത്സ്യം ചോദിക്കുകയാണ് അണ്ണാനോട്, നീ വരുന്നോ എന്നോടൊപ്പം കളിക്കാൻ? അണ്ണാൻ എവിടെയാണുള്ളത്? മരത്തിൻ്റെ മുകളിൽ അല്ലേ. ഓൺ ഹിയറിംഗ് ദീസ് ദ ഫ്രോഗ് ലാഫ്ഡ് ആൻഡ് ടീസ്ഡ്. ഇത് കേട്ട് തവള ചിരിച്ചുകൊണ്ട് പറയാണ്, ഇമാജിൻ ദ സ്ക്യുരൽസ് കണ്ടീഷൻ ഇഫ് ഹീ ഗെറ്റ്സ് ഇൻ ടു ദ വാട്ടർ. വെള്ളത്തിലിറങ്ങിയാൽ അണ്ണാൻ്റെ ഗതി എന്താകുന്നു ചോദിച്ചിട്ട് തവള ആലോചിച്ച് അങ്ങനെ ചിരിക്കുകയാണ് അല്ലേ. ഫ്രോഗ് അങ്ങനെ ചിരിക്കുകയാണ്. അടുത്ത പേജിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? ദ സ്ക്യുരൽ വാസ് നോട്ട് റെഡി ടു ഗിവ് ഇൻ, ഹീ ഹിറ്റ് ബാക്ക്. അണ്ണാനും വിട്ടുകൊടുത്തില്ല. എന്നെപ്പോലെ മരത്തിൽ ഓടിക്കയറാനും ചില്ലകളിൽ ചാടിക്കളിക്കാനും നിനക്കാവുമോ എന്ന് ചോദിക്കുകയാണ്. ക്യാൻ യു ക്ലൈംബ് എ ട്രീ ആൻഡ് ജംപ് അലോങ് ഇറ്റ്സ് ബ്രാഞ്ചസ് ലൈക്ക് ഐ ഡു? അപ്പോൾ അണ്ണാൻ ചോദിക്കുകയാണ്, എന്നെപ്പോലെ നിനക്ക് മരത്തിൻ്റെ മുകളിൽ ചാടിക്കളിക്കാൻ കഴിയുമോ എന്ന്. ദ ഫ്രോഗ് സെഡ്. അപ്പോൾ തവള പറയാണ്, ഹു ക്യാൻ ഡൈവ് ആൻഡ് ടേൺ ഇൻ വാട്ടർ ലൈക്ക് ദ ഫിഷ്? നിനക്ക് മീനിനെ പോലെ വെള്ളത്തിൽ ഊളിയിടുവാനും വെട്ടിത്തിരിയുവാനും എല്ലാം കഴിയോ? അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴോ, കെൻ എ ഫിഷ് ലൈവ് ഓർ മൂവ് ഓൺ ലാൻഡ്? മത്സ്യത്തിന് കരയിൽ ജീവിക്കാനും സഞ്ചരിക്കാനും കഴിയോ? മക്കൾ പറ. ഇല്ല അല്ലേ. ഹാവ് യു ഒബ്സർവ്ഡ് എ ഫിഷ്? നിങ്ങൾ മത്സ്യത്തെ നിരീക്ഷിച്ചിട്ടുണ്ടോ? ഡ്രോ ദ പിക്ചർ ഓഫ് എ ഫിഷ്. ഒരു മത്സ്യത്തിൻ്റെ ചിത്രം വരയ്ക്കൂ. വാട്ട് ആർ ഇറ്റ്സ് സ്പെഷ്യൽ ഫീച്ചേഴ്സ്? അവയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? അല്ലേ, ഒരു മത്സ്യത്തിൻ്റെ ചിത്രം വരച്ചാൽ എന്നിട്ട് നിങ്ങൾ കുറച്ച് നേരം അക്വേറിയത്തിലോ കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് മത്സ്യത്തിനെ കുറച്ച് സമയം നിരീക്ഷിച്ച് നോക്കിക്കേ. എന്താണ് അല്ലേ, നല്ലപോലെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് നോക്കുക കേട്ടോ. പിന്നെ ഈ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, അതൊന്ന് നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എക്സാമിൻ ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ കെയർഫുള്ളി. സൂക്ഷിച്ച് നോക്കുക കേട്ടോ. ചിത്രങ്ങളൊക്കെ നല്ലപോലെ നിരീക്ഷിക്കുക. നോട്ടീസ് ദ ഷേപ്പ്. ഇവയുടെ ആകൃതി എന്താണ്? ഡു ദേ ഹാവ് എ ഷേപ്പ് ദാറ്റ് ഹെൽപ്സ് ദം മൂവ് സ്വിഫ്റ്റ്ലി ഇൻ വാട്ടർ? ജലത്തിലൂടെ വേഗത്തിൽ പോകുന്നതിന് അനുയോജ്യമായ ആകൃതിയല്ലേ ഇവയ്ക്കുള്ളത്? ദ ബോട്ട് ലൈക്ക് ഷേപ്പ് വിത്ത് ബോത്ത് ആൻഡ്സ് പോയിൻറ്റഡ് എനേബിൾഡ് ദ ഫിഷ് ടു മൂവ് ത്രൂ വാട്ടർ. ദ ഫൈൻസ് ഓൾസോ ഹെൽപ്പ് ദ ഫിഷ് ടു സ്വിം ഇൻ വാട്ടർ. അതായത് തോണിയുടേതുപോലെ അറ്റവും കൂർത്തിട്ടുള്ള ശരീരാകൃതിയല്ലേ ജലത്തിൽ സഞ്ചരിക്കുന്നതിന് മത്സ്യത്തിന് സഹായകമാണ് അല്ലേ. ആ ആകൃതി ജലത്തിൽ തുഴയുന്നതിന് അനുയോജ്യമായിട്ടുള്ള ചിറകുകളല്ലേ കൊടുത്തിട്ടുള്ളത് അല്ലേ. തോണിയുടേതുപോലുള്ള ശരീരാകൃതിയാണ്. അതുകൊണ്ട് എന്തായാലും ജലത്തിൽ ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റും. പിന്നെ തുഴയുന്നതിന് പറ്റുന്ന പിന്നെന്താണുള്ളത്? ചിറകുകളുമാണല്ലേ ഉള്ളത്. അടുത്തത് എന്താണ് അഡാപ്റ്റേഷൻ? An organism has certain peculiarities that help it to live in its dwelling place. This is called adaptation. അതായത് ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടായിരിക്കും. ഇതിനാണ് അനുകൂലനം അഥവാ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ മീനിനായാലും മത്സ്യങ്ങൾക്കായാലും ജലത്തിൽ ജീവിക്കാനുള്ള ചിറകുകളുണ്ട് അല്ലേ. ശരീരാകൃതി ബോട്ട് പോലെയാണ്. അതുപോലെയുള്ള ആ സംഭവത്തിനാണ് എന്ത് പറയുന്നത്? അഡാപ്റ്റേഷൻ അഥവാ അനുകൂലനം എന്ന് പറയുന്നത്. പിന്നെ മറ്റെന്തെല്ലാം അനുകൂലനങ്ങളാണ് മത്സ്യത്തിനുള്ളതെന്നാണ് താഴെ ചോദിച്ചിട്ടുള്ളത്. വാട്ട് ആർ ദ അതർ അഡാപ്റ്റേഷൻ ഓഫ് ഫിഷ്? ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ക്ലാസ്സിൽ ചെയ്യാം. 2-3 എക്സാമ്പിൾസ് പറയാം. ഒന്നാമത്തേത് എഴുതിയെടുത്തോളൂ. ബോട്ട് ലൈക്ക് ഷേപ്പ്. അതുപോലെ തന്നെ ഫിൻസ് ചിറകുകൾ, ബാക്കിലും സൈഡിലൊക്കെ ചിറകുകൾ കണ്ടില്ലേ. പിന്നെ സ്കെയിൽസ് അഥവാ ശൽക്കങ്ങളാണ്. പിന്നെ ഗിൽസ് അതായത് ചെകിള അല്ലേ. അപ്പോൾ ആ 4 എണ്ണം എഴുതിയെടുക്കാം അല്ലേ. ഓക്കെ അല്ലേ.
അടുത്തത് എന്താണ്? പേപ്പർ ഫിഷ്. ദിസ് ഈസ് എ മോഡൽ ഓഫ് എ ഫിഷ് മെയ്ഡ് ഓഫ് പേപ്പർ ബൈ ലീന. ലീന കടലാസ് കൊണ്ട് നിർമ്മിച്ച ഒരു മത്സ്യത്തിൻ്റെ രൂപമാണിത്. ക്യാൻ യു ട്രൈ മേക്കിംഗ് ദിസ് യുവർ സെൽഫ്? അപ്പോൾ ലുക്ക് കെയർഫുള്ളി അറ്റ് ദ പാറ്റേൺസ് ബിലോ ആൻഡ് ഫോളോ ദ മെത്തേഡ് ടു മേക്ക് എ ഫിഷ് യൂസിങ് പേപ്പർ. പേപ്പർ ഉപയോഗിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ചിട്ട് കടലാസ് കൊണ്ട് ഒരു മത്സ്യത്തിൻ്റെ രൂപം നിർമ്മിക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെയുള്ളത് ഹെബിറ്റേറ്റ്. ഹെബിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാസസ്ഥലം. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? നിങ്ങളുടെ വീട്ടിലാണല്ലേ. അതുപോലെ ഓരോ ജീവികൾക്കും അവരുടെ ജീവിക്കുന്ന ആ ഒരു സ്ഥലമാണ് അവരുടെ വാസസ്ഥലം. അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നിങ്ങൾക്കുള്ള സാഹചര്യങ്ങളില്ലേ, അനുകൂല സാഹചര്യങ്ങളില്ലേ, അതിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിനാണ് പറയുന്നത് എന്ത്? ഹെബിറ്റേറ്റ് അഥവാ വാസസ്ഥലം എന്ന്. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒബ്സർവ് എ പോണ്ട് ആൻഡ് എ പാഡി ഫീൽഡ് ഇൻ യുവർ ലൊക്കാലിറ്റി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൽഡേഴ്സ്. വാട്ട് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഡിഡ് യു നോട്ടീസ്? ദ ലിസ്റ്റ് ഔട്ട് ദെയർ നെയിംസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നിങ്ങളുടെ പ്രദേശത്തുള്ള കുളവും വയലും അതിൻ്റെ പരിസരവും ഒക്കെ മുതിർന്നവരുടെ സഹായത്തോടെ നിരീക്ഷിച്ചിട്ട് ഏതെല്ലാം സസ്യങ്ങളെയും ജന്തുക്കളെയും ആണ് കണ്ടതെന്ന് പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യം കുളത്തിലത്തത്, പോണ്ടിലത്തത് നോക്കാം. പോണ്ടിൽ ഏതൊക്കെ സസ്യങ്ങളാണ്? വാട്ടർ ലില്ലി ഉണ്ട്, ലോട്ടസ് ഉണ്ട് അല്ലേ. പിന്നെ ഏതൊക്കെ ആനിമൽസ് ആണ്? ഫിഷ് ഉണ്ട്, ഫ്രോഗ് ഉണ്ട്, ടോർട്ടോയ്സ് ഉണ്ട്. പിന്നെ അടുത്തത് വയലിൽ ഏതൊക്കെയാണ്? പാഡി ഫീൽഡിൽ പാഡി ഉണ്ട്, ഗ്രാസ് ഉണ്ട്, അതുപോലെ കോക്കനട്ട് ട്രീ ഉണ്ട് അല്ലേ. അവിടെ പാഡി ഫീൽഡിൽ ഏതൊക്കെ ആനിമൽസിനെയാണ് കാണുക? ക്രാബ്, ക്രോ, പിന്നെയോ ഫ്രോഗ് ഉണ്ട്. അപ്പോൾ ഓക്കെ അല്ലേ? ബാക്കി ഡിസ്കസ് ചെയ്ത് മക്കൾ എഴുതുക കേട്ടോ. അടുത്തതായിട്ട് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ വിത്ത് ഓർഗാനിസംസ് ദാറ്റ് ലിവ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. അതായത് ഏതെല്ലാമാണ് കരയിൽ മാത്രം ജീവിക്കുന്നവ, ഏതെല്ലാമാണ് ജലത്തിൽ മാത്രം ജീവിക്കുന്നവ, അങ്ങനെ പട്ടികയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ലിവിങ് ഓൺ ലാൻഡ് ഏതൊക്കെയാണ്? ബനിയാൻ ട്രീ, മോങ്കൂസ് തന്നിട്ടുണ്ട്, അതായത് ആല്, കീരി തന്നിട്ടുണ്ട്. പിന്നെയോ ലിവിങ് ഇൻ വാട്ടർ ഏതാണ് തന്നിട്ടുള്ളത്? വാട്ടർ ലില്ലി, ഫ്രോഗ് അല്ലേ. പിന്നെ ഏതൊക്കെ എഴുതാം? ലിവിങ് ഓൺ ലാൻഡിൽ പിന്നെ ക്രെയിൻ എഴുതാം, കോക്കനട്ട് ട്രീ എഴുതാം, സ്ക്യുരൽ എഴുതാം, ക്രോ എഴുതാം അല്ലേ. ഒരുപാടുണ്ട് അല്ലേ. ലിവിങ് ഓൺ ലാൻഡ് കരയിൽ മാത്രം ജീവിക്കുന്നത് ഇഷ്ടം പോലെ അല്ലേ. അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ ജലത്തിൽ വസിക്കുന്നവ, അതായത് ലിവിങ് ഇൻ വാട്ടർ. വാട്ടർ ലില്ലിയും ഫ്രോഗും തന്നിട്ടുണ്ട്. ഇനി ഫിഷ് എഴുതാം, ലോട്ടസ് എഴുതാം അല്ലേ. ഓക്കെ അല്ലേ. ഇനി അടുത്തത് എന്താണ്? ദ വാട്ടർ ലില്ലി ആൻഡ് ലോട്ടസ് ലിവ് ഇൻ വാട്ടർ. വാട്ട് അഡാപ്റ്റേഷൻസ് ഹെൽപ്പ് ദം ടു സർവൈവ് ഇൻ വാട്ടർ? ഡിസ്കസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ യുവർ എൻവയോൺമെൻറ്റ് ഡയറി. അതായത് ആമ്പല്, താമര തുടങ്ങിയ സസ്യങ്ങൾ ജലത്തിൽ വസിക്കുന്നവയാണല്ലോ. ജലത്തിൽ വസിക്കുന്നതിന് എന്തെല്ലാം അനുകൂലനങ്ങൾ അവയ്ക്കുണ്ടെന്ന് ചർച്ച ചെയ്ത് പരിസര പുസ്തകത്തിൽ എഴുതാനാണ്, നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് എന്താ അവിടെ തന്നിട്ടുണ്ട്? ദേ ഡോണ്ട് ഡെക്കേ ഇൻ വാട്ടർ. അതായത് വെള്ളത്തിലാണെങ്കിലും ചീഞ്ഞു പോകുന്നില്ല. അതായത് വാട്ടർ ലില്ലി ആണെങ്കിലും ലോട്ടസ് ആണെങ്കിലും ഒന്നും വെള്ളത്തിലാണെങ്കിലും ചീഞ്ഞു പോകുന്നില്ല. പിന്നെ വേറെ എന്തൊക്കെ അഡാപ്റ്റേഷൻസ് ആണ്, എന്തൊക്കെ അനുകൂലനങ്ങളാണ് അവർക്ക്? അടുത്തത് എന്തെഴുതാം? ദ ലീവ്സ് ഫ്ലോട്ട്സ് ഓൺ വാട്ടർ. ഇലകൾ എന്താണ്? വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നുണ്ട്. ആ ചിത്രത്തിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഇലകൾ പൊങ്ങിക്കിടക്കുകയാണ്. പിന്നെയോ എയർ ക്യാവിറ്റീസ് ആർ പ്രസൻറ്റ്. വായു അറകളുണ്ട്. പിന്നെ അടുത്തത് എന്തെഴുതാം? സർഫസ് ഓഫ് ലീവ്സ് ആർ കോട്ടഡ് വിത്ത് വാക്സ്. ഒരു മെഴുക് കൊണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട് ഇലകളുടെ മുകൾ ഭാഗം. അപ്പോൾ ഓക്കെ അല്ലേ. അടുത്തത് എന്താണ്? ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. കരയിലും വെള്ളത്തിലും. വാട്ട് ആർ ദ അഡാപ്റ്റേഷൻ ദാറ്റ് ഹെൽപ്പ് എ ടോർട്ടോയ്സ് ടു മൂവ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ? അതായത് കരയിലും വെള്ളത്തിലും സഞ്ചരിക്കുവാൻ സഹായകമായ എന്തെല്ലാം അനുകൂലനങ്ങളാണ് ആമയ്ക്കുള്ളത്? ഒന്നാമത്തത് എന്താണ്? സ്ലൈമി ബോഡി, അതായത് വഴുവഴുപ്പുള്ള ശരീരം. പിന്നെ ഓർ ലൈക്ക് ലെഗ്സ്, തുഴ പോലുള്ള കാലുകൾ അല്ലേ. നല്ല തുഴയാൻ പറ്റിയ നല്ല വീതിയുള്ള കാലുകളാണ് അല്ലേ. പിന്നെ അടുത്തത് എന്തെഴുതാം നമുക്ക്? തിക്ക് ആൻഡ് സ്ട്രോങ് ഔട്ടർ ഷെൽ. തിക്ക് ആൻഡ് സ്ട്രോങ് ഔട്ടർ ഷെൽ, നല്ല ഉറപ്പുള്ള സ്ട്രോങ് ആയിട്ടുള്ള നല്ല കട്ടിയുള്ള ഔട്ടർ ഷെല്ലാണല്ലേ ഉള്ളത്, പുറന്തോടാണല്ലേ ഉള്ളത്. ക്യാൻ യു ഡിഡ് സം മോർ ഫീച്ചേഴ്സ്? കൂടുതൽ പ്രത്യേകതകൾ നിങ്ങൾ കണ്ടെത്തി എഴുതുമല്ലോ.
അടുത്തത് എന്താണ്? ദീസ് അഡാപ്റ്റേഷൻ ഹെൽപ്പ് ദ ടോർട്ടോയിസ് ടു ലിവ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. ഡു ഫ്രോഗ്സ് ഓൾസോ ഹാവ് സച്ച് അഡാപ്റ്റേഷൻസ്? ഇതുപോലെയുള്ള അനുകൂലനങ്ങളാണ് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ ആമയെ സഹായിക്കുന്നത്. തവളക്കുമില്ല ഇതുപോലത്തെ അനുകൂലനങ്ങൾ. അപ്പോൾ തവളയുടെ അനുകൂലനങ്ങളൊന്ന് എഴുതി നോക്കിയാലോ? ഇപ്പോൾ വെബ്ഡ് ഫീറ്റ്, സ്ലൈമി ബോഡി, ലോങ് ആൻഡ് സ്ട്രോങ് ലെഗ്സ്, റെസ്പിറേഷൻ ത്രൂ സ്കിൻ ആൻഡ് ലങ്സ്. അപ്പോൾ ഇനി ഇതുപോലെയുള്ള ഓരോ ആനിമൽസും അതിൻ്റെ അഡാപ്റ്റേഷൻസും ഞാൻ വേറൊരു വീഡിയോ ആയിട്ടിടാം കേട്ടോ. അപ്പോൾ മക്കൾക്ക് നല്ലപോലെ എഴുതിയിട്ടിടാം. അപ്പോൾ ഒന്നുകൂടെ നോക്കി എഴുതിയെടുക്കാം. ഓക്കെ അല്ലേ? അടുത്തത് എന്താ നോക്കിയാലോ? വിച്ച് അതർ ക്രിയേച്ചേഴ്സ് ഡു യു നോ have adaptations to live both on land and in water? List the creatures and their adaptations. കരയിലും ജലത്തിലും സഞ്ചരിക്കുവാൻ സഹായകമായ അനുകൂലനങ്ങൾ ഉള്ള മറ്റുള്ള ജീവികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 2 ജീവികൾ തന്നിട്ടുണ്ട്. ക്രിയേച്ചേഴ്സ് ഏതൊക്കെയാണ്? ഡക്ക് തന്നിട്ടുണ്ട്, ക്രൊക്കോഡിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ അനുകൂലനങ്ങൾ അഥവാ അഡാപ്റ്റേഷൻസ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഡക്ക് അതുപോലെ ക്രൊക്കോഡിൽ. അത് നമുക്ക് എഴുതി നോക്കാം. ഡക്കിൻ്റെത് ഏതെല്ലാമാണ്? ഓയിലി ഫെതേഴ്സ്, വെബ്ഡ് ഫീറ്റ്, അതുപോലെ ഫ്ലാറ്റ് ബീക്ക് അല്ലേ? ഓക്കെ അല്ലേ താറാവിന്? പിന്നെ മുതലൊക്കെ ഏതാണ്? സ്കെയിൽഡ് ബോഡിയാണ്, ഷാർപ്പ് ടീത്താണ് അല്ലേ? അടുത്തത് നമുക്ക് ക്രെയിൻ എഴുതി കൊടുക്കാം. കൊക്ക്, ലോങ് ലെഗ്സ്, ലോങ് നെക്ക്, അതുപോലെ ലോങ് ആൻഡ് പോയിൻറ്റഡ് ബീക്ക്. അത്രയും സിമ്പിൾ അല്ലേ? ഇനി അടുത്തത് നോക്കാം. ഹൂ ഈസ് സ്മാർട്ട്? ആരാണ് കേമൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. I am the one who provides shelter and home to most of the organisms, boasted the grand old banyan tree. അതായത് താനാണ് കൂടുതൽ ജീവികൾക്ക് വാസസ്ഥലം നൽകുന്നത് എന്ന് ആര് പറയാണ്? നമ്മുടെ ആൽമുത്തശ്ശി പറയാണ്. റിയലി? വൈ ഡോണ്ട് യു ലുക്ക് അറൗണ്ട് കെയർഫുള്ളി? ഒന്ന് സൂക്ഷിച്ച് നോക്കൂ. ഓൾമോസ്റ്റ് ഓൾ ഓർഗാനിസംസ് ലിവ് ഇൻ മീ. എന്നിലാണ് കൂടുതൽ ജീവികളും വസിക്കുന്നത്. ഇൻഫാക്റ്റ് വെൻ യു ഗ്രാനി ബനിയാൻ ഡ്വെൽ ഇൻ മീ ക്ലെയിംഡ് ദ സോയിൽ. ആൽമുത്തശ്ശിയും എന്നിലല്ലേ നിൽക്കുന്നതെന്ന്. അപ്പോൾ മണ്ണ് ചോദിക്കണം. ആദ്യം എന്ത് പറയും? ആൽമുത്തശ്ശി പറയും താനാണ് കൂടുതൽ ജീവികൾക്ക് വാസസ്ഥലം നൽകുന്നതെന്ന്. അപ്പോൾ മണ്ണ് ചോദിക്കുകയാണ്, ഒന്ന് സൂക്ഷിച്ച് നോക്കൂ, എന്നിലാണ് കൂടുതൽ ജീവികളും വസിക്കുന്നത്, മണ്ണിലാണ് പറയാണ്. ആൽമുത്തശ്ശിയും മണ്ണ് തന്നെയല്ലേ ജീവിക്കുന്നതെന്ന് മണ്ണ് ആൽമുത്തശ്ശിയോട് ചോദിക്കുകയാണ് അല്ലേ? ഇപ്പം നെയിം സം ഓർഗാനിസംസ് വിച്ച് ലിവ് ഇൻ ദ സോയിൽ. മെനി ഓർഗാനിസംസ് ലിവ് ഓൺ റോക്സ് ടു. റൈറ്റ് ദെയർ നെയിംസ് ഡൗൺ. അതായത് മണ്ണിൽ ആരൊക്കെ വസിക്കുന്നുണ്ട്? പാറകളിൽ പോലും എത്രയെത്ര ജീവികളുണ്ടാവൂലേ? ഒന്ന് എഴുതി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആരൊക്കെയാണ് ഇവിടെ? സ്നേക്ക്, ഗ്രാസ് തന്നിട്ടുണ്ട്. ഇനി ആരൊക്കെയാ നോക്കിയാലോ? റേറ്റ് എഴുതാം, അതുപോലെ തന്നെ സെൻറ്റിപ്പോഡ് എഴുതാം. പിന്നെയോ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മേക്ക് എ ലിസ്റ്റ് ഓഫ് ദ യൂസസ് ഓഫ് ബനിയാൻ ട്രീ ടു ഓർഗാനിസം. ആൽമരത്തിൻ്റെ യൂസസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഫ്രഷ് എയർ ഇവിടെ തന്നിട്ടുണ്ട്, ശുദ്ധവായു. പിന്നെ നമുക്ക് എഴുതാം ഡ്വെല്ലിംഗ് പ്ലേസ് ഫോർ മെനി ഓർഗാനിസംസ്. പിന്നെയോ പ്രൊവൈഡ് ഷെൽട്ടർ ആൻഡ് ഷെയ്ഡ്, തണലും അഭയവും നൽകുന്നുണ്ട്. പിന്നെ പ്രൊവൈഡ് ഫുഡ് ഫോർ അതർ ഓർഗാനിസംസ്. നെക്സ്റ്റ് എന്താണ്? ദീസ് ആർ സെവറൽ ഓർഗാനിസംസ് ലിവിങ് ഇൻ ആൻഡ് അറൗണ്ട് പോൺസ്, ട്രീസ് ആൻഡ് ഫീൽഡ്സ്. ദീസ് ഓർഗാനിസംസ് നീഡ് എയർ, വാട്ടർ, സോയിൽ ആൻഡ് സൺലൈറ്റ് ടു ലിവ്. കുളം, മരം, വയൽ എന്നിവയിലും അവയുടെ ചുറ്റുപാടിലും ധാരാളം ജീവികളുണ്ട്. ആ ജീവികൾക്ക് ജീവിക്കാൻ എന്തൊക്കെ വേണം? വായു, ജലം, മണ്ണ്, സൂര്യപ്രകാശം. ഇത്രയും ആവശ്യമില്ലേ? പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഹെൽപ്പ് ഈച്ച് അതർ ടു സർവൈവ്. സസ്യങ്ങൾ ജന്തുക്കളെയും ജന്തുക്കൾ സസ്യങ്ങളെയും പരസ്പരം സഹായിക്കുന്നില്ലേ? ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ. ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും, ജീവനുള്ളവയും ജീവനില്ലാത്തവയും തമ്മിൽ പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. ക്യാൻ ഹ്യൂമൻ ബീയിങ്സ് ലിവ് വിത്തൗട്ട് എയർ ആൻഡ് വാട്ടർ? മനുഷ്യന് വായുവും ജലവും ഇല്ലാതെ ജീവിക്കാൻ കഴിയോ? ഹൗ ഡു ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ? ഡിസ്കസ്. ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് ജീവനുള്ളവയും ജീവനില്ലാത്തവയും തമ്മിൽ പരസ്പരം ആശ്രയിക്കുന്നത് എന്ന് ചർച്ച ചെയ്തിട്ട് പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബയോട്ടിക് ഫാക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ പരസ്പര ആശ്രയം എന്താണ്, എന്തുകൊണ്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ബയോട്ടിക് അബയോട്ടിക് ഫാക്ടേഴ്സ് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇൻഡിപെൻഡൻസ് അതും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫിഷ് ആണ് തന്നിട്ടുള്ളത്. ലിവിങ് ഇൻ വാട്ടർ, വെള്ളത്തിലാണ് ജീവിക്കുന്നത്.
ഫീഡ് ഓൺ സ്മോൾ ഓർഗാനിസംസ് ഇൻ വാട്ടർ. വെള്ളത്തിലെ ചെറു ജീവികളെയാണ് മത്സ്യം ആഹാരമാക്കുന്നത്. അടുത്തതോ വാട്ടർ തന്നിട്ടുണ്ട്. പ്രൊവൈഡ്സ് ഡ്വെല്ലിംഗ് പ്ലേസ് ഫോർ ഓർഗാനിസം. ജീവികൾക്ക് വാസസ്ഥലം നൽകുകയാണ് വാട്ടർ ചെയ്യുന്നത്. പിന്നെ ബനിയാൻ ട്രീ മേക്ക് ദ സോയിൽ ഫെർട്ടൈൽ. മണ്ണിന് ഫലപുഷ്ടി നൽകുന്നു. പിന്നെ ഹെൽപ്സ് റിട്ടൈൻ വാട്ടർ ഇൻ ദ സോയിൽ. മണ്ണിലെ ജലാംശം നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നു. പിന്നെ ഒരുപാട് താഴേക്ക് തന്നിട്ടുണ്ട്. ഇതൊക്കെ എഴുതിയെടുക്കുക കേട്ടോ. ഓരോന്നിൻ്റെതും എഴുതി തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെ എന്താണ്? എക്സാമിൻ ദ ടേബിൾ ആൻഡ് റെക്കോർഡ് ദ ജനറൽ ഫാക്ട്സ് യു ഹാവ് ഫൗണ്ട് ഔട്ട്. വി ക്യാൻ സീ ദാറ്റ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഇൻ ആൻ ഏരിയ ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ. പട്ടിക പരിശോധിച്ച് നിങ്ങൾ കണ്ടെത്തിയ പൊതുവായ കാര്യങ്ങൾ രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ചുറ്റുപാടിലെ ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും പരസ്പരം ആശ്രയിക്കുന്നു എന്ന് കണ്ടല്ലോ. ഇനി എന്താണ്? എൻ എക്കോസിസ്റ്റം ഇൻക്ലൂഡ്സ് ദ മ്യൂച്വലി ഡിപ്പെൻഡ് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ഓഫ് എ പെർട്ടിക്കുലർ പ്ലേസ്. അതായത് ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും അജീവിയവുമായ ഘടകങ്ങൾ ഉൾപ്പെടുന്നതാണ് എന്ത്? ഒരു ആവാസ വ്യവസ്ഥ. അതായത് ജീവനുള്ളവയും ജീവനില്ലാത്തവയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്? ആവാസ വ്യവസ്ഥ. എല്ലാം കൂടി ഉൾപ്പെട്ടതാണ് ആവാസ വ്യവസ്ഥ അഥവാ എന്ത് പറയുന്നത്? എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? ഫോറസ്റ്റ് എ വെൽത്ത്. വനം എന്ന ധനം എന്നാണ് പറയുന്നത്. താഴെ എന്താണ്? 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അല്ലേ. ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദ ഫോറസ്റ്റ്. വനം എത്ര മനോഹരമാണ്. വൈ ഈസ് ഇറ്റ് സോ ബ്യൂട്ടിഫുൾ. എന്താണ് ഈ മനോഹാരിതയ്ക്ക് കാരണം എന്നല്ല ചോദിച്ചിട്ടുള്ളത്. എന്താണ്? മൃഗങ്ങളും പുഴകളും പാറകളും മരങ്ങളും അല്ലേ, നല്ല പച്ചപ്പ് നിറഞ്ഞ് എല്ലാം കൂടെ കിളികളും മരത്തിൽ കുരങ്ങന്മാർ അണ്ണാൻ അങ്ങനെ ജീവനുള്ളവയും ജീവനില്ലാത്തവയുമായിട്ടുള്ള എല്ലാം കൂടെ കൂടിച്ചേർന്നൊരു മനോഹരമായ സ്ഥലമാണ് അല്ലേ വനം എന്ന് പറയുന്നത്. അതിൻ്റെ മനോഹാരിതയ്ക്ക് ഒരു അതിർവരമില്ല. അത്രയും ഭംഗിയാണ് അല്ലേ നോക്കി നിൽക്കാൻ തന്നെ. അടുത്തത് എന്താണ്? സോ മെനി ഡൈവേഴ്സ് ഓർഗാനിസം ലൈക്ക് ഹ്യൂജ് ട്രീസ്, ടൈനി പ്ലാന്റ്സ്, ആനിമൽസ്, ബേർഡ്സ്, ഇൻസെക്ട്സ് ആൻഡ് മെനി അതേഴ്സ് ലിവ് ഇൻ ദ ഫോറസ്റ്റ്. ബട്ടർഫ്ലൈസ് ആൻഡ് സ്ട്രീംസ് പ്രൊവൈഡ് ചാംസ് ടു ദ ഫോറസ്റ്റ്. ദ ഫോറസ്റ്റ് ഈസ് ഇൻഡീഡ് എ വേൾഡ് ഓഫ് വണ്ടർ. ഹൗ ഈസ് ദ ഫോറസ്റ്റ്? വിച്ച് ഈസ് റിച്ച് വിത്ത് ലൈഫ് യൂസ്ഫുൾ ടു അസ് ആൻഡ് അതർ ഓർഗാനിസംസ്. അതായത് എന്താണ്? വൻമരങ്ങൾ, ചെറു സസ്യങ്ങൾ, മൃഗങ്ങൾ, പിന്നെയോ പക്ഷികൾ, പ്രാണികൾ എന്നിങ്ങനെ എത്ര വൈവിധ്യമാർന്ന ജീവജാലങ്ങളാണ് അല്ലേ വനത്തിലുള്ളത്. തുമ്പികളും പൂമ്പാറ്റകളും അരുവികളും എല്ലാം കാടിന് ഭംഗി നൽകുന്നവയാണല്ലോ. എല്ലാം ചേർന്ന കാട് ഒരു വിസ്മയ ലോകം തന്നെ അല്ലേ. ജീവജാലങ്ങളാൽ സമ്പന്നമായ വനം നമുക്ക് ചുറ്റും നമുക്കും മറ്റു ജീവികൾക്കും എന്താണ് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുന്നു എന്നാണ് അടുത്തതായി ചോദിച്ചിട്ടുള്ളത്. ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് പ്രിപ്പയർ നോട്ട്സ്. കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് നോട്ട്സ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് എന്താ തന്നിട്ടുള്ളത്? സ്ട്രീംസ് ആൻഡ് റിവേഴ്സ് എമേർജ് ഫ്രം ഫോറസ്റ്റ്. വനങ്ങളിൽ നിന്ന് അരുവികളും പുഴകളും രൂപം കൊള്ളുന്നു. പിന്നെയോ ഫോറസ്റ്റ് ഈസ് ദ ഹാബിറ്റേറ്റ് ഓഫ് ഡൈവേഴ്സ് ലിവിങ് തിങ്സ്. വൈവിധ്യമാർന്ന ജീവജാലങ്ങളുടെ വാസസ്ഥലമാണ് വനം. അടുത്തത് എന്തെഴുതാം? ദ ഫോറസ്റ്റ് ഹെൽപ്പ് ടു ഗെറ്റ് റെയിൻ എഴുതാം അല്ലേ. മഴ ലഭിക്കുന്നുണ്ട്. പിന്നെ പ്രൊവൈഡ്സ് ഫുഡ് കിട്ടുന്നു. പിന്നെ പ്രൊവൈഡ്സ് ഫ്രഷ് എയർ, ശുദ്ധവായു ലഭിക്കുന്നുണ്ട്. പ്രൊവൈഡ്സ് കൂളിംഗ്. ഇപ്പോൾ പറഞ്ഞതെല്ലാം ഇവിടെ ഒന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഇനി എന്താ പറയുന്നത്? It is very important to preserve the forest and ecosystem with diversity for sustaining life on earth. ഇത്രമാത്രം വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥയായ വനം സംരക്ഷിക്കേണ്ടത് ഭൂമിയിലെ ജീവൻ്റെ നിലനിൽപ്പിന് തന്നെ ആവശ്യമാണ് അല്ലേ. അടുത്തെന്താ പറഞ്ഞത്? ഹാവ് യു നോട്ടീസ്ഡ് ദ ഡിഫറെൻറ്റ് എക്കോസിസ്റ്റം ഇൻ യുവർ ലൊക്കാലിറ്റി. കൂട്ടുകാരെ, നിങ്ങളുടെ പ്രദേശത്തുമില്ലേ ഇതുപോലെയുള്ള വിവിധ ആവാസ വ്യവസ്ഥകൾ? മേക്ക് എ ലിസ്റ്റ് ഓഫ് ദോസ് എക്കോസിസ്റ്റംസ്. ഒന്നാമത്തെ എന്താ തന്നിട്ടുള്ളത്? ഹിൽസ്, ബുഷ്, സ്കൈഡ് ഗ്രോവ്സ് തന്നിട്ടുണ്ട്. കുന്നുകൾ, കുറ്റിക്കാടുകൾ, കാവുകൾ. ഇനി ഏതൊക്കെയാണ് നോക്കിയാലോ? പോണ്ട്, ഡെസേർട്ട്, ഫോറസ്റ്റ്, സീ, ട്രീസ് ഇവയെല്ലാമാണ്. അടുത്തത് എന്താണ്? സ്റ്റഡി ദ പിക്ചർ കെയർഫുള്ളി. ഈ ചിത്രം നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡീഫോറസ്റ്റേഷൻ, ലെവലിംഗ് ഓഫ് ഹിൽസ്, ലെവലിംഗ് ഓഫ് ഫീൽഡ്സ്, യൂസ് ഓഫ് പ്ലാസ്റ്റിക്സ്, പിന്നെ ലാൻഡ് മൈനിങ്. കുന്നുകൾ ഇടിച്ചാൽ എന്താ സംഭവിക്കുക? കുന്നുകളിൽ ധാരാളം മരങ്ങൾ ഉണ്ടാവില്ലേ.
മരങ്ങളിലോ ധാരാളം പക്ഷികളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വാസസ്ഥലം നഷ്ടപ്പെടുകയാണ്. പിന്നെ കുന്നുങ്ങൾ ഇടിച്ച് ഈ മണ്ണൊക്കെ വയലിൽ കൊണ്ടുപോയി നികത്തിയാൽ വയലിൽ ഒരുപാട് പാഡി ഫീൽഡിൽ ഒരുപാട് ജീവികൾ താമസിക്കുന്നുണ്ട് അല്ലേ. ഫ്രോഗും ക്രെയിനും പോലുള്ള ഒരുപാട് ജീവികൾ താമസിക്കുന്നുണ്ട്. അവരുടെ വാസസ്ഥലവും നഷ്ടപ്പെടുകയാണ് അല്ലേ. അപ്പോൾ എക്കോസിസ്റ്റത്തിനെ സാരമായിട്ട് തന്നെ ബാധിക്കും. വിൽ ദീസ് ആക്ടിവിറ്റീസ് ഹെൽപ്പ് ടു പ്രൊട്ടക്റ്റ് അവർ എൻവയോൺമെൻറ്റ്? ഈ പ്രവർത്തനങ്ങൾ ഒക്കെ പരിസ്ഥിതിക്ക് ഉപകരിക്കുമോ? അവിടെ താഴത്ത് ആരാണ് സാനിമോൾ ആൻഡ് ഹെർ ഫ്രണ്ട്സ് ചെയ്യുന്നത് എന്താ നോക്കൂ അല്ലേ. ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുകയാണ്. എന്നിട്ട് ട്രീ എ സോഴ്സ് ഓഫ് ലൈഫ്, മരം ജീവൻ ഉറവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ചെടികൾക്കൊക്കെ നട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ എൻവയോൺമെൻറ്റിന് ഗുണമാണോ, ഉപകരിക്കുമോ? ഉണ്ട് അല്ലേ. വാട്ട് അതർ ആക്ടിവിറ്റീസ് ക്യാൻ വി ഡു ഇൻ ഓർഡർ ടു പ്രൊട്ടക്റ്റ് ആൻഡ് പ്രിസർവ് ദ എൻവയോൺമെൻറ്റ്? പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനുമായി നമുക്ക് മറ്റെന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും? നോട്ട് ദം ഡൗൺ ഇൻ യുവർ എൻവയോൺമെൻറ്റൽ ഡയറി. We saw that both living and non-living things depend on each other in an ecosystem. Human beings and other living things can survive only if the ecosystem is sustained. Let us engage in activities that protect our ecosystem. അതായത് ആവാസ വ്യവസ്ഥയിൽ ജീവനുള്ളവയും ജീവനില്ലാത്തവയും പരസ്പരം ആശ്രയിക്കുന്നുവെന്ന് നാം കണ്ടല്ലോ. ആവാസ വ്യവസ്ഥ നിലനിന്നാൽ മാത്രമേ നമുക്കും മറ്റു ജീവജാലങ്ങൾക്കും നിലനിൽക്കാൻ കഴിയുള്ളൂ, ജീവിക്കാൻ പറ്റുള്ളൂ. ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങളിൽ എന്ത് ചെയ്യാം, നമുക്കും പങ്കാളികളാവാം അല്ലേ. ഇപ്പോൾ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? പ്ലാന്റിങ് ട്രീസ്, ഗാർഡനിങ്, എക്കോ പാർക്ക്, ഗാർഡൻ ഓഫ് മെഡിസിനൽ പ്ലാന്റ്, റെഡ്യൂസ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക്സിൻ്റെ ഉപയോഗം കുറയ്ക്കുക. പിന്നെ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ളതെന്ന് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻസ് ഒന്ന് വിലയിരുത്തി നോക്കുക. ക്വസ്റ്റ്യൻസൊക്കെ കിട്ടുന്നുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് പെക്യുലാരിറ്റീസ് ഡിഫറൻഷ്യേറ്റ്സ് ദ ഫ്രോഗ് ഫ്രം ദ സ്ക്വരൽ? തവളയെ അണ്ണാനിൽ നിന്ന് കൂടുതൽ വ്യത്യസ്തമാക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സവിശേഷതയാണ്? ഏതാണ്? ഈറ്റിംഗ് ഫുഡാണോ, മൂവ്മെൻ്റ് ആണോ, ലിവിങ് ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ ആണോ, ബ്രീത്തിങ് ആണോ? ഏതാണ്? ലിവിങ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസം സ്പെൻഡ് മോർ ടൈംസ് ഇൻ വാട്ടർ? താഴെ പറയുന്നവയിൽ ഏത് ജീവിയാണ് കൂടുതൽ സമയവും വെള്ളത്തിൽ കാണപ്പെടുന്നത്? ക്രൊക്കഡൈലാണോ, ക്രെയിനാണോ, എലിഫൻ്റ് ആണോ, വൈൽഡ് ബോർ ആണോ? ക്രൊക്കഡൈലാണല്ലേ. അടുത്തത് എന്താണ്? ഹൗ ഡസ് ദ ഷേപ്പ് ഓഫ് ദ ബോഡി ഹെൽപ്പ് എ ഫിഷ്? ശരീരത്തിൻ്റെ ആകൃതി മത്സ്യങ്ങൾക്ക് എങ്ങനെ സഹായകമാകുന്നു? ടു മൂവ് ഇൻ വാട്ടർ അല്ലേ. അടുത്തത് എന്താണ്? റൈറ്റ് ദ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നെഴുതാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തത് എന്താണ്? ലിവിങ് തിങ്സ് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ അബയോട്ടിക് ഫാക്ടേഴ്സ് ലൈക്ക് സോയിൽ, എയർ എക്സെട്ര. അതായത് ജീവിയ ഘടകങ്ങൾ അജീവീയ ഘടകങ്ങളായ മണ്ണ്, വായു തുടങ്ങിയ ആശ്രയിക്കുന്നില്ല. അപ്പോൾ എന്താണ്? അത് തെറ്റാണ് അല്ലേ. നെക്സ്റ്റ് എന്താണ്? ദ ഡിസ്ട്രക്ഷൻ ഓഫ് എനി ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് എൻ എക്കോസിസ്റ്റം എഫക്ട്സ് ദ എക്കോസിസ്റ്റം അഡ്വേഴ്സ്ലി. ഒരു ആവാസ വ്യവസ്ഥയിലെ ഏതെങ്കിലും ഒരു ഘടകത്തിൻ്റെ നാശം ആ ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്നു. അപ്പോൾ ശരിയല്ലേ. അടുത്തതോ? ദ പൊല്യൂഷൻ ഓഫ് സോയിൽ, വാട്ടർ ആൻഡ് എയർ ഡസ് നോട്ട് എഫക്റ്റ് ഓർഗാനിസം. മണ്ണ്, ജലം, വായു എന്നിവ മലിനമാകുന്നത് ജീവികളെ ബാധിക്കുന്നില്ല. അപ്പം തെറ്റാണ്. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് പെസ്റ്റിസൈഡ്സ് ഈസ് ഗുഡ് ഫോർ ദ എൻവയോൺമെൻറ്റ്. കീടനാശിനികൾ ഉപയോഗിച്ച് കീടങ്ങളെ നശിപ്പിക്കുന്നത് പരിസ്ഥിതിക്ക് ഗുണമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തെറ്റല്ലേ. പിന്നെ ദ ലെവലിംഗ് ഓഫ് ഫീൽഡ്സ് ആൻഡ് പോൺസ് ആൻഡ് കട്ടിംഗ് ഡൗൺ ഓഫ് ട്രീസ് ഹെൽപ്പ് ഇൻ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഓഫ് അവർ കൺട്രി. നാടിൻ്റെ വികസനം മുന്നിൽ കണ്ടാണ് വയൽ, കുളം എന്നിവ നികത്തുന്നതും മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതും. അപ്പം അതും തെറ്റാണ് അല്ലേ. അപ്പോൾ ഈ ചാപ്റ്റർ ഇതോടുകൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇതിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് മിസ് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ.